കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ സഹചരെ, സഹോദരങ്ങളെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പുതിയൊരു ദിവസം കൂടെ കാണാനും ഈ ദിവസത്തിൻ്റെ നന്മ അനുഭവിപ്പാനും ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന അനുഗ്രഹീതമായ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ തിരുമുമ്പാകെ ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഓരോ ദിവസവും നമ്മളെ ധന്യരാക്കേണ്ടതിന്, ദൈവത്തിൻ്റെ വചനത്താൽ നമ്മളെ നിറയ്ക്കുന്നതിന് കർത്താവിനോട് എത്ര കടപ്പാട് എനിക്കുണ്ട് എന്നതിൽ ഞാൻ ദൈവസന്നിധിയിൽ എന്നും ദൈവത്തോട് വിശ്വസ്തനാണ്. കർത്തൃസന്നിധിയിൽ ആ കാര്യത്തിൽ ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോട് വചനം പറയാൻ ലഭിക്കുന്ന ഏതൊരവസരവും സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതിൻ്റെ വെളിപ്പാടുകളും വചനങ്ങളും വാക്കുകളൊക്കെ തരുന്നതിന് കർത്താവാണ് എല്ലാത്തിനും കാരണഭൂതൻ. എൻ്റെ രക്ഷകനെ ഞാൻ ഒത്തിരി സ്തുതിച്ചുകൊണ്ട്, ഒത്തിരി മഹത്വപ്പെടുത്തിക്കൊണ്ട്, ആരാധിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ആധാരമായ വേദവാക്യം ഹഗ്ഗായി പ്രവചനത്തിൽ നിന്നാണ്. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഇപ്പോഴോ സെരുബാബേലേ, ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. മഹാപുരോഹിതനായി യഹോസാദാക്കിൻ്റെ മകനായി യോശുവേ, ധൈര്യപ്പെടുക. ദേശത്തിലെ സകല ജനവുമായുള്ളവരെ, ധൈര്യപ്പെട്ട് വേല ചെയ്യ് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ധൈര്യപ്പെടുക, ധൈര്യപ്പെടുക, ധൈര്യപ്പെടുക. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ഹഗ്ഗായി പ്രവചനം ഒരു പണി നടക്കുന്ന അധ്യായമാണ്. എന്തിൻ്റെ പണി? ദൈവാലയത്തിൻ്റെ പണി നടക്കുകയാണ്. ദൈവാലയത്തിൻ്റെ പണിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഹഗ്ഗായി പ്രവചനത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത്. സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ ബാബിലോണിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ മടങ്ങി വന്നു. അവരുടെ മേലൊരു വലിയ ദൗത്യം ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആലയം പണിയുക എന്നത്. അതിനു വേണ്ടി ശുഷ്കാന്തിയോടുകൂടി അവരൊന്നിച്ച് സഹകരിച്ചു. പക്ഷേ അവരല്പം മുന്നോട്ട് നീങ്ങുമ്പോൾ ബഹു തടസ്സം നേരിട്ടു. ആലയപ്പണിക്ക് പ്രാദേശികമായിട്ട് ഭയങ്കര പ്രയാസം നേരിട്ടു. ദൈവം അയച്ചിട്ട് ദൈവത്തിൻ്റെ തിരുഹിതപ്രകാരം, ദൈവത്തിൻ്റെ അനുവാദത്തോടെ, ദൈവത്തിൻ്റെ നടത്തിപ്പോടെ, ദൈവത്തിൻ്റെയും കൂടി കാര്യമായിരിക്കുന്ന ആലയം അതിനുവേണ്ടി മനസ്സോടെ വന്നിട്ടും ദൈവം നേരിട്ട് സ്വർഗത്തിലിരുന്ന് കാണുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്തിട്ടും പ്രാദേശികമായ ഒരു തടസ്സം പൈശാചികവും രാജകീയവുമായിരിക്കുന്ന ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് ഈ ഹഗ്ഗായി പ്രവചനത്തിൻ്റെ പശ്ചാത്തലമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രാദേശികമായൊരു തടസ്സം നേരിടുകയോ അല്ലെങ്കിൽ പൈശാചികമായ ഒരു ബുദ്ധിമുട്ട് നേരിടുകയോ ചെയ്തത് സ്വാഭാവികം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും അതറിഞ്ഞിരിക്കണം. നമുക്കൊരു പ്രതിയോഗിയുണ്ട്. ഏതൊരു നല്ല കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിൻ്റെ മുമ്പിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കുന്ന ഒരു ശത്രു ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടേ എപ്പോഴും മുമ്പോട്ട് പോകാവൂ. അങ്ങനൊരു ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചോദ്യം നമുക്ക് ക്യാൻസൽ ചെയ്യാം. എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ എന്നുള്ള ചോദ്യം. കാരണം നമുക്കൊരു എതിരാളി ഉണ്ടല്ലോ, നമുക്കൊരു പ്രതിയോഗി. നമ്മുടെ സ്വർഗത്തിലൂടെ അല്ലല്ലോ നടക്കുന്നത്. യേശുക്രിസ്തു പഠിപ്പിച്ചില്ലേ, ഈ ലോകത്തിലൊരു പ്രഭുവുണ്ട്. അവൻ കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ കൂടി തെറ്റിക്കാൻ നോക്കുക, അലറുന്ന സിംഹത്തെപ്പോലെ ഊടാടി സഞ്ചരിക്കുക, കഴിയുമെങ്കിൽ അപ്പോസ്തലന്മാരെ പോലും പാറ്റിക്കളയാൻ വേണ്ടി നോക്കി തച്ചിനിരുന്ന് അവസരം കാത്തു കിടക്കുന്ന ഒരു പ്രതിയോഗിയാണ്. അത് മറക്കരുത്. ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമുക്ക് സുരക്ഷിത. അതുകൊണ്ടാണ് നമ്മുടെ കാല് പോലും കല്ലിൽ തട്ടി പോകാത്തത്. അല്ലെങ്കിൽ അവൻ വഴിത്തലക്കിൽ വെച്ച് നമ്മളെ തകർത്ത് കളയില്ലേ. ദൈവത്തിൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്, ദൂതന്മാരുടെ കാവലുണ്ട്. പക്ഷേ എതിരാളിയായിരിക്കുന്ന പ്രതിയോഗി അടങ്ങിയിരിക്കുന്നവനല്ലെന്നുള്ള കാര്യം എപ്പോഴും ആത്മീക ജീവിതം നയിക്കുന്നവർ മനസ്സിലാക്കണം. അപ്പം ഇനി എന്തോ ചെയ്യുന്നോർത്ത് തലപോകേണ്ട. പ്രാർത്ഥനയാലും ഉപവാസത്താലും ഈ ജാതി നീങ്ങിപ്പോകുമെന്ന് നമ്മുടെ അരുമനാഥൻ പറഞ്ഞിട്ടല്ലേ പോയത്. മല പോലുള്ള വിഷയങ്ങൾ പോലും പ്രാർത്ഥിച്ചാൽ, ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ സമുദ്രത്തിലേക്ക് നീങ്ങിപ്പോകും എന്നാണ് എഴുതിയിരിക്കുന്നത്. അതൊക്കെ അങ്ങ് വിശ്വസിക്കുക. തടസ്സവും എതിരാളിയും പിശാചും പ്രതിയോഗിയും ഉണ്ടെന്നും പറഞ്ഞ് അതിനെ പൂമാലയിട്ടുകൊണ്ട് അതും പറഞ്ഞുകൊണ്ട് നടക്കാതെ, എന്നോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, തടസ്സമുണ്ടെങ്കിലും പ്രാർത്ഥിച്ചാൽ, ആര് പ്രാർത്ഥിച്ചാൽ? ഞാൻ പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം ആ തടസ്സത്തെ എടുത്ത് തൂക്കിയെടുത്ത് എറിഞ്ഞു കളയുമെന്നെ കർത്താവ് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. ഇന്ന് പറയേണ്ട കാര്യം പറയട്ടെ ഞാൻ. ഹഗ്ഗായി പ്രവചനത്തിനകത്ത് പ്രതിയോഗിയും പിശാചും ഒരു എതിരുണ്ടാക്കി എന്നത് സത്യമായിരിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും ഭയാനകമായ സംഭവം എന്താണെന്നറിയാമോ? ഈ ജനത്തിൻ്റെ ഇടയിൽ, അഥവാ ദൈവാലയ പണിക്ക് വേണ്ടി സമുന്നതരായി ദൈവം കണ്ടുവച്ച് അതിന് നിയോഗിച്ച ജനം, അവരുടെ ഇടയിൽ
ഒരു നെഗറ്റീവ് എനർജി വ്യാപരിക്കാൻ തുടങ്ങി. അവിടെയാണ് പ്രശ്നം. നമ്മുടെ ഇടയിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ, നമ്മുടെ മക്കളുടെ ബന്ധത്തിൽ, നമ്മൾ 5-6 പേരടങ്ങുന്ന കുടുംബത്തിനകത്ത് എന്തു പറഞ്ഞാലും പറയുന്നത് തമ്മിലൊക്കാത്ത രീതിയിൽ ഒരു നെഗറ്റീവ് എനർജി. അത് ഞാൻ അവിടെ നീ വായിച്ച് കേൾപ്പിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയുടെ ആലയം പണിയുവാനുള്ള കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നുവല്ലോ. അപ്പോൾ ദൈവം അത് കണ്ടുപിടിച്ചു. ഹഗായി അല്ല കണ്ടുപിടിച്ചത്, അയൽവക്കത്തെ വീട്ടുകാരല്ല കണ്ടുപിടിച്ചത്, ആദ്യം അത് കണ്ടെത്തിയത് ദൈവം. അതുകൊണ്ടാണ് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ദൈവമാണ് സ്വർഗത്തിരുന്നുകൊണ്ട് കണ്ടത്. എന്തത്? ഈ ആൾക്കാരുടെ ഇടയിൽ ഒരു നെഗറ്റീവ് എനർജി വ്യാപരിക്കുന്നുണ്ട്. എങ്ങനെ അതറിയാം? അവരുടെ വാക്കുകളിൽ നിന്നറിയാം. എപ്പോഴും നിങ്ങൾ ഓർത്തോളണം, നിങ്ങളിൽ പരിശുദ്ധാത്മാവാണ് വ്യാപരിക്കുന്നതെന്ന് അറിയുന്നത് നിങ്ങളുടെ പോക്കറ്റിലെ പണം കണ്ടുകൊണ്ടല്ല, നിങ്ങളുടെ വീടിൻ്റെ വലിപ്പം കണ്ടുകൊണ്ടല്ല, നിങ്ങളുടെ സുന്ദരക്കുട്ടന്മാരായ 2 മക്കളെ കണ്ടുകൊണ്ടും അല്ല കേട്ടോ. നിങ്ങളുടെ വായിലെ വാക്കുകൾ കൊണ്ടറിയാം നിങ്ങൾ വിശ്വാസത്തിലാണോ, നിങ്ങൾ പരിശുദ്ധാത്മ നിറവിലാണോ, നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലാണോ, നിങ്ങൾ കൃപയിലാണോ എന്നറിയാൻ നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ വാക്കുകൾ മതി കേട്ടോ. ദൈവം തമ്പുരാൻ മനസ്സിലാക്കി സ്വർഗത്തിലിരുന്നുകൊണ്ട് 1-2 വേണമെങ്കിൽ ഒന്നുകൂടെ വായിച്ചോ. ബൈബിൾ വായിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം അരുളി ചെയ്യുന്നു. ദൈവം കണ്ടെത്തി. എന്ത് കണ്ടെത്തി? ഇവരുടെ എല്ലാം വായിൽ നിന്ന് വരുന്നത് ജനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നേതാവായിരിക്കുന്ന ഒരാളോ അവിടുത്തെ ആരെങ്കിലും അല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ജനം പറയും. എല്ലാവരിലും അത് എല്ലാവരും പറയും, ഓ ഇത് പണിയാൻ നടക്കും തോന്നില്ലെന്നേ, ഇതൊന്നും ഈ തൽക്കാലത്തേക്ക് നടക്കത്തില്ല, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇനി അടുത്ത കാര്യം വല്ലതും ഉണ്ടോ നോക്ക്, ഇതിൻ്റെ പുറകെ നടന്ന് സമയം കളയണ്ട. ഇങ്ങനെ പണിയത്തില്ലെന്ന് പറയത്തില്ല, ഇതിപ്പോൾ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് ആളുകളുടെ വായിനകത്ത് നിന്നൊരു പോസിറ്റീവായ വാക്ക് വരുന്നില്ല. ഇതൊരു അപകടമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ കാര്യം ഒന്ന് സൂക്ഷിച്ചേക്കണം കേട്ടോ. കാര്യങ്ങൾക്ക് തടസ്സം വരും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും ആയിരിക്കുകയില്ല. ചെങ്കടൽ തീരത്തെ ജനത്തെ, ഈ മോശയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജനം എല്ലാം കൂടി പറയുന്നു, എന്താ പറയുന്നത്, ഇത് അക്കരെ കയറാൻ പറ്റിയല്ല, ഞങ്ങൾക്ക് മിസ്രൈമായിരുന്നു നല്ലത്, ഞങ്ങൾക്ക് അവിടെ കിടന്ന് ചത്താൽ മതിയായിരുന്നു, ഞങ്ങൾക്ക് അവിടെ ആഹാരം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇത് ഈ നെഗറ്റീവ് എനർജി വായിലൂടെ വരുന്നത്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഓർത്തോളണം. വീട്ടിലാണെങ്കിലും ചിലപ്പോൾ എൻ്റെ പൊന്നുമക്കളെ വീട് കിട്ടാൻ ഇച്ചിരി താമസിച്ച് കാണും, ജോലി കിട്ടാൻ ഇച്ചിരി താമസിച്ച് കാണും, വിവാഹം നടക്കാൻ കൂടെ പഠിച്ച എല്ലാവരും കല്യാണം കഴിച്ച പ്രായത്തിൽ നിങ്ങളുടെയോ നിങ്ങളുടെയോ കല്യാണക്കാരും നടന്നു കാണില്ല. പക്ഷെ ഒരിക്കൽ പോലും ഈ വാക്ക് വിശ്വസിക്കുന്ന നിങ്ങൾ ഒരിക്കൽ പോലും ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ മക്കളിലോ വ്യാപരിക്കാൻ അനുവാദം കൊടുക്കരുത്. അങ്ങനെയുള്ള വാക്കുകൾ പറയരുത്. ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. എത്ര കാലമായി ഉള്ള പ്രവാചകന്മാരൊക്കെ പറഞ്ഞിട്ട് ഡേറ്റും തെറ്റി, മാസവും തെറ്റി, ഇനി എന്നാ നടക്കാനാണ്? ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ ഒരു വ്യാപരിക്കുന്നൊരു ശക്തി ഉണ്ടെന്ന്. അങ്ങനെ ജനത്തിൻ്റെ ഇടയിൽ വ്യാപരിക്കാൻ തുടങ്ങിയതാണ് ഈ പുസ്തകത്തിൻ്റെ ആമുഖ അധ്യായത്തിൻ്റെ 2-ാം വാക്യം. അഥവാ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ദൈവം തമ്പുരാൻ ഇതും പറഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത് ഈ പുസ്തകത്തിലേക്ക്. യഹോവ അരുളി ചെയ്യുന്നു. എന്തരുളി ചെയ്യുന്നു? ജനമെല്ലാം പറയുന്നു, സമയമായില്ല. ഈ ഒഴിവൊഴിവുകൾ പറഞ്ഞ് സമയം തെറ്റിക്കുന്ന എന്തോ ഒരു വ്യാപാരശക്തി ജനത്തിൻ്റെ ഇടയിൽ കിടക്കുന്നു. എന്നേ സമയം കഴിഞ്ഞതാ, എന്നേ ഇതിൻ്റെ ഇനാഗുറേഷൻ നടക്കേണ്ടതാ, എന്നേ നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നടക്കേണ്ടതാ. പക്ഷെ ഇതിനിടയിൽ സംഭാഷണം നെഗറ്റീവാകുന്നു. ഇതിൻ്റെ പരിഹാരമാണ് ഹഗ്ഗായി പ്രവചനത്തിനകത്ത്. 1-ാം അധ്യായത്തിനകത്ത് ഇങ്ങനെ ദൈവം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. 2-ാം അധ്യായത്തിനകത്ത് ഈ നെഗറ്റീവ് എനർജിയെ പൊളിക്കാൻ, അതിനെ പോസിറ്റീവാക്കി മാറ്റാൻ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? എല്ലാവരെയും വിളിച്ച് അസംബ്ലി കൂടുമ്പോൾ കൂടിയിട്ട് ശാസിക്കുകയും വഴക്കുറയും ചെയ്തില്ല. 2 പ്രവാചകന്മാരെ കയറ്റിവിട്ടു. 2 പ്രവാചകന്മാർ, ഹഗ്ഗായി, സഖരിയാവ്. ഇവർ 2 പേരും കൂടി ജനത്തിൻ്റെ ഇടയിലേക്ക് അങ്ങ് ചെന്നിട്ട് അവർ ദൈവത്തിൻ്റെ ആത്മാവിൽ, 2-ാം അധ്യായം പറ്റിയൊന്ന് വായിച്ചേക്കണം കേട്ടോ. വിടുതൽ ആഗ്രഹിക്കുന്നവർ, വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, എൻ്റെ വായിലെ വാക്കിനേക്കാൾ ദൈവവചനത്തെ വിശ്വസിക്കുന്നവർ, വേദപുസ്തകം നിവർത്തി ഈ അധ്യായങ്ങൾ 2-3 അധ്യായമുള്ള ഹഗ്ഗായി പ്രവചനം ഇരുന്നൊന്ന് വായിക്കുന്ന 2-ാമത്തെ അധ്യായത്തിലേക്ക് കയറിയപ്പോൾ 2 കർത്തൃദാസന്മാരെ കയറ്റിവിട്ടു. അവർ കയറി ചെന്നിട്ട് ജനത്തോട് പറഞ്ഞു, നിങ്ങളെന്തേ പറയുന്നേ? നമ്മുടെ കൂടെ ആരാ ഉള്ളതെന്നറിയാമോ? ഒരു ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും, ആരൊക്കെ നിൻ്റെ കാര്യം നടക്കത്തില്ലെന്ന് പറഞ്ഞാലും നീ അത് വിശ്വസിക്കരുത്. ആലയം പണി തുടങ്ങാൻ പോവുക, ആരുടെ അനുവാദമില്ലാതെ നമ്മൾ കല്ലിട്ട് ആരംഭിക്കാൻ പോവുക എന്ന് പറഞ്ഞ് അവർ കയറി നിന്ന് നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് എനർജിയാക്കി മാറ്റി. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിവുള്ളവർ ഇന്നും ലോകത്തിലുണ്ട് കേട്ടോ. 1000 പേര് നിങ്ങളുടെ ചുറ്റും നിന്നുകൊണ്ട്
ഇത് നടക്കാൻ പോകുന്നില്ലെന്ന്, എന്നും അങ്ങ് പ്രാർത്ഥന പറഞ്ഞാൽ വേറെ പണിയൊന്നുമില്ലേ എന്നും പറഞ്ഞ് നടക്കുന്ന 1000 പേരുള്ളപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ദൈവം തമ്പുരാൻ നുഴഞ്ഞ് കയറ്റിവിടുന്ന ചിലർ കാണും. 1-2 പേരെ കാണുള്ളൂ. അവർ നിങ്ങളുടെ വീട്ടിൽ കാലുകുത്തിയാൽ, നിങ്ങളുടെ കയ്യെ പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ, നിങ്ങളുടെ തലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ, നിങ്ങളുടെ കുഞ്ഞിനെ കയ്യിലേന്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ, ചിലപ്പോൾ ആ വ്യാപരിച്ച് നിൽക്കുന്ന കഴിഞ്ഞ 5-6 കൊല്ലമായി വ്യാപരിച്ച് നിൽക്കുന്ന നെഗറ്റീവ് എനർജി അങ്ങ് മാറിയിട്ടൊരു പോസിറ്റീവ് ടെൻഡൻസി അകത്തേക്ക് വരും. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അവർ കയറി പറഞ്ഞ വാചകമാണ് ഇന്ന് ഞാൻ കുറിവാക്യമായി വായിച്ചത്. എന്താ പറഞ്ഞത്? അവർ പറഞ്ഞു, സെരുബാബേലേ ധൈര്യപ്പെട്, മഹാപുരോഹിതനായ യോശുവേ ധൈര്യപ്പെട്, ആലയം പണിയാൻ സമയമായില്ലെന്ന് പറഞ്ഞ സകലമാന ജനങ്ങളുമേ ധൈര്യപ്പെട്. എന്താ കാര്യം? ഞങ്ങളൊക്കെ കൂടെയില്ലേ എന്നല്ല ചോദിച്ചത്. പിന്നെ ആരാ എന്താ? യഹോവയായ ദൈവം പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെയില്ലേ? ആര്? സർവശക്തൻ അഖിലാണ്ട സൃഷ്ടാവ് കൂടെയില്ലേ? അതുകൊണ്ട് ധൈര്യപ്പെട്. ഞാനിന്ന് വാക്യം 2-4 വായിച്ചുള്ളെങ്കിലും ഹെഡിങ്ങും അത് തന്നെ എഴുതിയിരിക്കുന്നതെങ്കിലും ഇത് കേൾക്കുന്നവരോട് പറയാം, ഒരു നെഗറ്റീവ് എനർജി വ്യാപരിക്കുന്നുണ്ടോ മനസ്സിനകത്ത്? ഒരു നിരാശ, ഒരു ഭാരം, എൻ്റെ കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല എന്നൊരു തോന്നൽ തന്നോ? വായുന്നത് പറയാൻ തുടങ്ങിയോ? വായങ്ങ് അടച്ചു പിടിച്ചിട്ട് പറ, ഞാനത് പറയില്ല. എൻ്റെ കർത്താവാണ് എൻ്റെ അകത്തിരിക്കുന്നത്. എൻ്റെ യേശുവും പരിശുദ്ധാത്മാവും നെഗറ്റീവ് എനർജിയുടെ ഏജൻ്റല്ല. കാര്യം നടക്കും. വിശ്വാസത്തിൻ്റെ പരിശുദ്ധാത്മ നിറവിൻ്റെ കാര്യം സാധിപ്പിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് പറ, എൻ്റെ കാര്യം നടക്കും. ഞാൻ പ്രാർത്ഥിക്കട്ടെ. ധൈര്യപ്പെട്. എനിക്കും അതേ പറയാനുള്ളൂ. ധൈര്യപ്പെട്. ഓരോരുത്തരുടെ പേര് പറഞ്ഞ് ദൈവം പറയുന്നു, ധൈര്യപ്പെടും മോനെ, ധൈര്യപ്പെടും മോളെ, നിൻ്റെ കാര്യം നടക്കും. നിൻ്റെ അകത്ത് ആത്മശക്തി വ്യാപരിച്ചാൽ മതി, ഇരുട്ടിൻ്റെ ശക്തി ഉണ്ടാകാതിരുന്നാൽ മതി. ബാക്കിയൊക്കെ ദൈവം ചെയ്യും. ഇനി ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി നന്ദി. ഈ സമയം കർത്താവിൻ്റെ കയ്യിലേൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. ഇത് കേൾക്കുന്ന കുടുംബങ്ങളിൽ, സഭകൾക്കകത്ത്, ഹൃദയങ്ങൾക്കകത്ത്, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾക്കകത്ത്, യേശുവേ, ഒത്തിരി കാര്യങ്ങൾ നടക്കാനുള്ളവരുടെ ജീവിതത്തിനകത്ത് നാഥ ഒരു പോസിറ്റീവ് എനർജി അടിയൻ്റെ വാക്കുകൊണ്ടുണ്ടാക്കി ദൈവം ഒരു അത്ഭുതം ചെയ്യണേ അപ്പാ. ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ വായിലെ വാക്ക് ഒരുപാട് പേരെ ധൈര്യപ്പെടുത്തണേ. അവരുടെ അകത്ത് വ്യാപരിക്കുന്ന നെഗറ്റീവ് എനർജിയെ തുടച്ച് കളയാൻ ഈ വചനത്തിനും ഈ വാക്കിനും കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണപ്പാ. കാര്യം നടത്തി കൊടുക്കണേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.